കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനിയുടെ ബേസ് കർണാടക സ്റ്റേറ്റിൽ വെച്ചിട്ട് ശിവമൊഗ്ഗ എന്ന ഡിസ്ട്രിക്ട് ഹാവേരിയിൽ വെച്ചിട്ടാണുള്ളത്. നമ്മുടെ എം ഡിയുടെ പേര് ആനന്ദ് ലമാണി എന്നാണ്. പുള്ളി 14 വർഷക്കാലം ഒരു കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ബൾക്ക് പർച്ചേസ് സ്റ്റാർട്ട് ചെയ്ത് ബൾക്ക് പർച്ചേസിന്റെ കൂടെ ആ സാധനം സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെണ്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെണ്ടേഴ്സിൽ അമേസോണ്, ഫ്ലിപ്കാർട്ട്, മീഷോ ഇങ്ങനെയുള്ള വെണ്ടേഴ്സാണ്. കർണാടകയിലെ ആദ്യത്തെ അമേസോൺ വെണ്ടറാണ് നമ്മുടെ ആനന്ദ് ലമാണി സാർ. 2021 ഈ HI200 ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ലീഗൽ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എം ഡിയുടെ ആനന്ദ് സാറുടെ സ്വന്തം ലാൻഡിൽ ഏകദേശം 40 ഏക്കറയോളം വരുന്ന സ്വന്തം ലാൻഡിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസും വെയർ ഹൗസും മെയിൻ വെയർ ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നത്. 2025 ജനുവരി മാസം വെച്ചിട്ടാണ് ഈ കിങ്സ് ബസാർ എന്ന സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ, ഈ കിങ്സ് ബസാർ എന്ന സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് സാധനങ്ങളും ഹോം അപ്ലയൻസും ഇതുപോലെയുള്ള ബാക്കിയുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഐറ്റംസ് എക്യുപ്മെന്റ് ഒക്കെ നമ്മൾ ഫ്രാഞ്ചൈസി വൈസ് എന്ത് ചെയ്യും, കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഏകദേശം ഇപ്പം 1 വർഷം 6 മാസം കൊണ്ട് 185 ഫ്രാഞ്ചൈസികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. 80 ഫ്രാഞ്ചൈസികൾ ഓൾറെഡി കർണാടക സ്റ്റേറ്റിൽ വെച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ 16-ാം തീയതി നാളെ മറ്റന്നാൾ ദിവസം നമ്മുടെ അതർ സ്റ്റേറ്റ് തമിഴ്നാട്ടിൽ വെച്ചിട്ട് ആദ്യത്തെ ഒരു ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാൻ പോവാണ് 16-ാം തീയതി. അപ്പൊ അതുപോലെ ഇനിയിപ്പോ ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും കേരളത്തും നമുക്ക് ഒരുപാട് ഫ്രാഞ്ചൈസികൾ വരാനുണ്ട്. ഓക്കെ, കമ്പനിയിൽ ഏകദേശം 1,15,000 കസ്റ്റമേഴ്സ് ആണ് ഇപ്പൊ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കമ്പനി നമുക്ക് തരുന്ന ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഡയറക്റ്റ് പറയാൻ പോകുന്നത്. കമ്പനിയുടെ പ്രൊഫൈല് ഇത്രയേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് കമ്പനി തരുന്ന ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാല് കമ്പനിയിൽ ID രജിസ്ട്രേഷൻ ഫ്രീ ആണ്. നമുക്കൊരു ID രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും പേരും ഇമെയിൽ അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ID രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ ഫ്രീ ആയിട്ട് ചെയ്ത IDയെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ബിസിനസ് നമുക്ക് കമ്പനിയിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, കമ്പനി തരുന്ന ഒരു വരുമാനങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ IDയെ ആക്ടിവേഷൻ ചെയ്യണം. അപ്പൊ കമ്പനിയിൽ പറയുന്നത് കമ്പനി ID ആക്ടിവേഷൻ ചെയ്യുന്നത് 2 വിധത്തിലാണ്. 2 ടൈപ്സ് ഓഫ് ID ആക്ടിവേഷൻ. അതിൽ ഒന്നാണ് പ്രോഡക്റ്റ് ബേസ്, രണ്ടാമത്തതാണ് ക്യാഷ് ബാക്ക്. ഓക്കെ, രണ്ടും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് സെയിം ആണ്. എങ്ങനെയെന്ന് വെച്ചാൽ ബേസിക് പാക്കേജ് നമുക്ക് 2,500, 5,000, 10,000, 2,500, 50,000, 25,000, 50,000 ഈ പാക്കേജ് വെച്ച് നമുക്ക് ID ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പോപ്പുലർ പാക്കേജ് ആണ് 1 ലക്ഷം, 2.5 ലക്ഷം, പ്രീമിയം പാക്കേജ് ആണ് 5 ലക്ഷവും 10 ലക്ഷവും, കിങ് പാക്കേജ് ആണ് 20 lakhs ആൻഡ് അബോവ്. ഈ 2 പ്ലാനും നമുക്ക് പ്രോഡക്റ്റ് ബേസിലായാലും ക്യാഷ് ബാക്കിലായാലും വർക്ക് ചെയ്യുന്നത് ഇത് രണ്ടും 2x പ്ലാനാണ്. പ്രോഡക്റ്റ് ബേസ് എന്ന് പറയുമ്പോൾ 2,500 രൂപയുടെ ID ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 5,000 വില വരുന്ന 5,000 MRP വില വരുന്ന സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് 2,500 ID ആക്ടിവേഷൻ ചെയ്യാം. അതേപോലെ ക്യാഷ് ബാക്കിലാണെങ്കിൽ 2,500 കമ്പനി എന്ത് ചെയ്യും, നമുക്ക് ഡെയിലി 1% വെച്ചിട്ട് 5,000 വരെ കമ്പനി ക്യാഷ് ബാക്ക് തിരിച്ചു തരും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോപ്പുലർ പാക്കേജും സെയിം ആണ്. 1.10% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. അതേപോലെ പ്രീമിയം പാക്കേജിൽ 1.25% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. കിങ്സ് പാക്കേജിലും സെയിം 1.5% നമുക്ക് ഡെയിലി ക്യാഷ് ബാക്ക് കിട്ടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ID എടുത്ത ആൾക്കാർക്ക് കമ്പനി എന്ത് ചെയ്ത് 1.10% എന്ന് പറയുമ്പം 1,110 രൂപ തരും. അതിൽ നിന്ന് 20 rupees അഡ്മിൻ ചാർജും സർവീസ് ചാർജും വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് 990 രൂപ എന്ത് ചെയ്യും, ഡെയിലി ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, ഇതാണ് കമ്പനിയുടെ പ്രോഡക്ട്സ്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഇൻകം ആണ്. കമ്പനിയിൽ നമുക്ക് 6 ടൈപ്പിലുള്ള ഇൻകം തരും. അതിൽ ഒന്നാണ് ക്യാഷ് ബാക്ക്. ക്യാഷ് ബാക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളെ എടുത്തിരിക്കുന്ന ID ആക്ടിവേഷന്റെ 2x പ്ലാൻ ആണ്. ഏത് ID എടുത്തിരിക്കുന്നോ ആ IDയുടെ 2x പ്ലാനിൽ നമുക്ക് ക്യാഷ് ബാക്ക് തിരിച്ചു കിട്ടും. രണ്ടാമത്തെ ഇൻകം
പറയുന്നത് സ്പോൺസർ ചെയ്യാം. സ്പോൺസർ അൺലിമിറ്റഡ് ആണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര വേണാലും സ്പോൺസർ ചെയ്യാം. ആ സ്പോൺസറിന് നിങ്ങൾ ഏത് ഐഡിയ ആണോ സ്പോൺസർ ചെയ്യുന്നത് അതിന്റെ 10% നിങ്ങൾക്ക് കമ്പനി സ്പോൺസർ ഇൻകം ആയിട്ട് തരും. ഓക്കെ, ഈ ഒരു പ്ലാനില്, ഈ ഒരു കമ്പനിയുടെ പ്ലാനില് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിനൊരു ക്ലോസിംഗ് ടൈമോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പേ ഓഫ് ടൈമോ കട്ട് ഓഫ് ടൈമോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എപ്പോഴാണോ ഐഡിയ ആക്ടിവേഷൻ ചെയ്യുന്നത്, എപ്പോഴാണോ സ്പോൺസർ ചെയ്യുന്നത്, വിതിൻ എ സെക്കൻഡ്, അടുത്ത നിമിഷം നമ്മളെ വാലറ്റിൽ അതിന്റെ സ്പോൺസർ ഇൻകമും അതിന്റെ ബൈനറി ഇൻകമും മാച്ചിങ്ങും എല്ലാം ആ സ്പോട്ടിൽ തന്നെ കയറും. ഓക്കെ, ഇവിടെ നമുക്ക് മാച്ചിങ് അടുത്ത് വരുന്നത് മാച്ചിങ് ഇൻകം ആണ്. ടീം മാച്ചിങ് ഇൻകം എന്ന് പറയും. അതും കൂടെ നമുക്ക് 10%. ഇപ്പൊ ഇത് വർക്ക് ചെയ്യുന്നത് ബൈനറി സിസ്റ്റമിലാണ്. ഇപ്പൊ ബൈനറി സിസ്റ്റം ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ രണ്ട് വിങ് ആണുള്ളത്, ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റ്. ഈ രണ്ട് വിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ഐഡികളെ പ്ലേസ് ചെയ്യാം. ഇതിൽ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും നമുക്ക് ഇതിന്റെ മിഡിൽ എവിടെയും നമുക്ക് ഐ ഡി പ്ലേസ് ചെയ്യാൻ പറ്റില്ല, സ്പോൺസറും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്പോൺസർ ചെയ്യുന്ന എല്ലാ ഐഡികളും ഒന്നിരിക്കലോ എക്സ്ട്രീം ലെഫ്റ്റ് അല്ലെങ്കിലോ എക്സ്ട്രീം റൈറ്റ്, ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ടീം മാച്ചിങ് ഇൻകം എന്ന് പറയുന്നത് 10%. നമ്മൾ എടുത്തിരിക്കുന്ന ഐഡിയുടെ ലെഫ്റ്റും റൈറ്റും നമ്മൾ ഏത് ഐഡികളാണോ പ്ലേസ് ചെയ്യുന്നത് അതിന്റെ മാച്ചിങ് 10% കിട്ടും. ഇവിടെ ഒരു കമ്പനി കണ്ടീഷൻ വെച്ചിട്ടുള്ളത്, നമുക്ക് ബൈനറി ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റ്, രണ്ട് ഡയറക്റ്റ് സ്പോൺസർ രണ്ട് വിങ്കിലായിട്ട് ചെയ്തേ പറ്റൂ. ഒരു സ്പോൺസർ ലെഫ്റ്റിലും ഒരു സ്പോൺസർ റൈറ്റിലും നിങ്ങൾ ഐ ഡി പ്ലേസ് ചെയ്താൽ മാത്രം നമുക്ക് ബൈനറി മാച്ചിങ് ഇൻകം കിട്ടുള്ളൂ 10%. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ 1,00,000 രൂപയുടെ ഐ ഡി, ഒരാൾ 1,00,000 രൂപ ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ബേസിലോ ഐ ഡി പ്ലേസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ അതേപോലെ 1,00,000 രൂപ ഐ ഡി പ്ലേസ് ചെയ്ത്, ഈ പ്ലേസ് ചെയ്യുന്ന സമയത്ത് 1,00,000-ന് 1,00,000 മാച്ച് ആവും. അതിന്റെ 10% എന്ന് പറയുന്നത് 10,000 രൂപ നമുക്ക് വരുമാനമായിട്ട് ടീം മാച്ചിങ് ബോണസിൽ കിട്ടും. ഓക്കെ, അടുത്ത് ക്ലബ് ഇൻകം ആണ്. ഇതിന് ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഇതിൽ പറയാം. ഓക്കെ, ഈ ക്ലബ് ഇൻകം എന്ന് പറയുന്നത് മൊത്തം കമ്പനി തരുന്ന ഒരു പാസീവ് ഇൻകം ആണ്. ഈ ക്ലബ് ഇൻകമിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല. മൊത്തം നമുക്ക് ഈ ക്ലബില് 10 ക്ലബ് ഉണ്ട്. ഓക്കെ, 10 ക്ലബ് എന്ന് വെച്ചാൽ 10 ഗ്രൗണ്ട് ആണ്. ഈ 10 ഗ്രൗണ്ടിൽ നമുക്ക് ഏത് ഗ്രൗണ്ടിൽ വേണമെങ്കിലും നിൽക്കാം. ആദ്യം നമ്മളെ 100 രൂപയുടെ ക്ലബ്ബ്, അത് കമ്പനി തന്നെ നമ്മൾ ഐ ഡി പ്ലേസ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് കമ്പനി കൊണ്ടുപോയി നമ്മളെ ആദ്യത്തെ ഗ്രൗണ്ടിൽ ക്ലബ്ബ് 1 ഇടും. ഓക്കെ, രണ്ടാമത്തെ ക്ലബിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ക്ലബ്ബ് ടോപ്പപ്പ് എന്ന് പറയുന്ന ഒരു ക്ലബിന് നമ്മൾ ടോപ്പപ്പ് ചെയ്തിട്ട് 1000 രൂപ കെട്ടി നമ്മളൊരു ടോപ്പപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ക്ലബിന് പോവാം. അതേപോലെ മൂന്നാമത്തെ ക്ലബിനും പോവാം, നാലാമത്തെ ക്ലബിനും പോവാം. അതുവരെ നമുക്ക് 10ാമത്തെ ക്ലബ്ബ് വരെ എന്ത് ചെയ്യാം, ക്ലബ്ബ് ടോപ്പപ്പ് വെച്ചിട്ട് 10 ഗ്രൗണ്ടിൽ എന്ന് വെച്ചാൽ 10 ക്ലബിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഇൻകം ജനറേറ്റ് ആവുന്നത് ഗ്ലോബലി ആണ്. ഗ്ലോബലി കമ്പനിക്ക് എത്രയാണോ ഐ ഡി വരുന്നത്, ഗ്ലോബലി എത്രയാണോ ക്ലബ്ബ് അപ്ഗ്രേഡ് ചെയ്യുന്നത്, അവരൊക്കെ നമ്മുടെ പിന്നിൽ ബാക്ക് ടു ബാക്ക് സിംഗിൾ ലൈൻ സിസ്റ്റം ആയിട്ട് വരും. ഓരോ ക്ലബിലും 10 റൗണ്ട് നടക്കും. 10 റൗണ്ട് എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം വരുന്ന ആൾക്കാരെ കമ്പനി എന്ത് ചെയ്യും, 100 രൂപ വെച്ചിട്ട് ഒരു ക്ലബിൽ പ്ലേസ് ചെയ്യും. രണ്ടാമത് വരുന്ന ആൾക്കാര് നമ്മുടെ ബാക്കിൽ വരും. ബാക്കിൽ വരുന്ന ഒരു ഐഡിന്ന് നമുക്ക് 100 രൂപ കിട്ടും. ഓക്കെ, മൂന്നാമതായിട്ട് വരുന്ന ആൾക്കാരെന്ന് വെച്ച് നമുക്ക് 100 രൂപ കിട്ടും. അതിന്ന് കമ്പനി എന്ത് ചെയ്യും, ഓട്ടോ അപ്ഗ്രേഡ് 10 റൗണ്ട് ആവുന്ന സമയത്ത് നമുക്ക് 3000 രൂപ കിട്ടും. അതിന് ഓട്ടോ അപ്ഗ്രേഡ്, കമ്പനിയുടെ ഓട്ടോ അപ്ഗ്രേഡ് കമ്പനി 1000 രൂപ കട്ട് ചെയ്തിട്ട് 2000 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. ഈ 2000 രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്നത് 10 റൗണ്ടിലായിരിക്കും. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് 200 രൂപ വെച്ച് ഓരോ റൗണ്ടിലും നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ ക്ലബ്ബ് 2 1000 രൂപയുടെ ക്ലബും സെയിം ആണ്, 3000 രൂപയുടെ ക്ലബും സെയിം ആണ്, 5000 രൂപയുടെ ക്ലബും സെയിം ആണ്. മൊത്തം 10 ക്ലബ്ബ് നമുക്ക് 10 റൗണ്ട് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് 1,78,82,000 രൂപ കമ്പനി എന്ത് ചെയ്യും, പാസീവായിട്ട് തരും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടീം ഡെവലപ്പ് ചെയ്യോ അല്ലെങ്കിൽ ടീം ഉണ്ടാക്കുകയോ ബൈനറി മാച്ചിങ് അതൊന്നും അല്ലാതെ
ഇത് വെറും ക്ലബ്ബ് അപ്ഗ്രേഡ് ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് ക്ലബ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റീപർച്ചേസ് ഇൻകം ആണ്. ഈ റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സുകൾ, ഇപ്പൊ ഓരോ ഫ്രാഞ്ചൈസികളിലും ഓരോ ലീഡേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ഉണ്ടാവും, വരുമാനം എടുക്കുന്ന ലീഡേഴ്സുകൾ ഉണ്ടാവും. ഈ എല്ലാ ലീഡേഴ്സിനും അവർ മേടിക്കുന്ന പെയർ മാച്ചിങ്ങിന്റെ 10% മന്ത്ലി കമ്പൾസറി റീപർച്ചേസ് ഉണ്ട്. മന്ത്ലി 10% നമ്മൾ എന്തായാലും റീപർച്ചേസ് ചെയ്തേ പറ്റൂ. അപ്പൊ ഈ 10% റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽഫ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ 2% ഇൻകമായി കമ്പനി തരും. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഈ മാസം ഞാൻ ഒരു 10,000 രൂപ വരുമാനം ബൈനറി മാച്ചിങ്ങിലൂടെ വരുമാനം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ പർച്ചേസ് ചെയ്യാനായിട്ട് കമ്പനി പറയും. ഈ 1000 രൂപയുടെ സാധനം നിങ്ങൾ ഫ്രാഞ്ചൈസി വഴിയായിട്ട് പർച്ചേസ് ചെയ്യുമ്പം ഇതിന്റെ 2% നമുക്ക് സെൽഫ് പർച്ചേസ് ആയിട്ട് ഇൻകം കിട്ടും. അതേപോലെ ഞങ്ങളുടെ ടീമിൽ വരുന്നത് ലെഫ്റ്റും റൈറ്റിലും വരുന്ന ടോട്ടൽ ബിസിനസ് ഉണ്ടല്ലോ, അതിന്റെ റീപർച്ചേസിന്റെ 2% ലെഫ്റ്റും 2% റൈറ്റും ആയിട്ട് മൊത്തം 4% നമുക്ക് റീപർച്ചേസ് ഇൻകം ആയിട്ട് കിട്ടും. അതേപോലെ അവാർഡ് ആൻഡ് റിവാർഡ് ആണ്. ഈ അവാർഡ് ആൻഡ് റിവാർഡ് എന്ന് പറയുന്നത് കമ്പനി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ്, ഇപ്പൊ പുറത്തു പോകാനോ ലീഡേഴ്സുകളെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ചെലവിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും, ഈ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് തരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ 1,00,000 രൂപയുടെ ബിസിനസ്സും റൈറ്റ് സൈഡിൽ 1,00,000 രൂപയുടെ ബിസിനസ്സും വരുമ്പം നമുക്ക് 5,000 രൂപ കമ്പനി എന്ത് ചെയ്യും, അവാർഡായിട്ട് കിട്ടും. ഇപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ 5,000 രൂപ നമുക്ക് അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ക്ലബ് ഇൻകം, ക്ലബ്ബ് പറഞ്ഞില്ലേ, അപ്പൊ ആ ക്ലബില് നമ്മൾ രണ്ടാമത്തെ ക്ലബിൽ കയറിയിരിക്കണം. എന്ന് വെച്ചാൽ 1000 രൂപയുടെ അപ്ഗ്രേഡ് ചെയ്തിരിക്കണം. 1000 രൂപയുടെ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം ഇവിടെ ഉണ്ടാവും, നമുക്ക് 5,000 ക്യാഷ് അവാർഡ് കിട്ടും. ഓക്കെ, രണ്ടാമത്തത് സിൽവർ റാങ്ക് ആണ്. സിൽവർ റാങ്കിലും സെയിം ആണ്. 3.5 ലാക്ക് 3.5 ലാക്ക് ബിസിനസ് ലെഫ്റ്റും റൈറ്റും മാച്ച് ആവുന്ന സമയത്ത് ഇവിടെ നമുക്ക് 10,000 ക്യാഷ് അവാർഡ് കിട്ടും. ഈ 10,000 ക്യാഷ് അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ക്ലബിൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ ക്ലബിൽ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം നമുക്ക് ഈ 10,000 രൂപ ഇൻകം ആയിട്ട് കിട്ടും. അടുത്ത് പറയുന്നത് ഗോൾഡ് റാങ്ക് ആണ്. ഈ ഗോൾഡ് റാങ്കിൽ പോകുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 10 ലക്ഷവും റൈറ്റ് സൈഡിൽ 10 ലക്ഷം ബിസിനസ് വരണം. ടീമിലൂടെ, നമ്മൾ മാത്രമല്ല നമ്മുടെ ടീമിലൂടെ വന്നാലും നമുക്ക് ഗോൾഡ് റാങ്ക് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ ഫോർത്ത് ക്ലബിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത 30,000 രൂപ നമുക്ക് ക്യാഷ് അവാർഡ് ആയിട്ട് കിട്ടും. അടുത്ത് വരുന്നത് പെർള് 25 ലാക്ക് ബിസിനസ് ആണ്. അതും കൂടെ നമ്മൾ 5ാമത്തെ അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് 50,000 ക്യാഷ് അവാർഡ് കിട്ടും. നെക്സ്റ്റ് ഒരു കണ്ടീഷൻസ് ഉണ്ട്. റൂബി സ്റ്റാറിൽ 50 ലക്ഷം ബിസിനസ് വന്നപ്പോൾ നമുക്ക് 1,00,000 രൂപ ക്യാഷ് അവാർഡ് കിട്ടണം. ഈ 1,00,000 രൂപ ക്യാഷ് അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ 6th അപ്ഗ്രേഡ് ചെയ്തത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടീമിൽ 3 റൂബി അച്ചീവറെ ക്രിയേറ്റ് ചെയ്യണം. ലെഫ്റ്റിലും 3 റൂബി അച്ചീവറെ റൈറ്റിലും ക്രിയേറ്റ് ചെയ്യണം. 3 ലെഫ്റ്റ് റൂബിയും 3 റൈറ്റ് റൂബിയും 6ാമത്തെ ക്ലബ് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യും, ഈ 1,00,000 രൂപ ക്യാഷ് അവാർഡ് ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സഫയർ സ്റ്റാർ ആണ്. അതും സെയിം കണ്ടീഷൻ ആണ്. എമറാൾഡ്, ഡയമണ്ട്, ക്രൗണ്, അംബാസിഡർ. ഈ 10 റാങ്കും 10 ക്ലബും മൊത്തത്തിൽ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് 10 ക്ലബ്ബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 1 കോടി രൂപയും 1,53,95,000 രൂപ നമുക്ക് ഉണ്ടാവും ക്യാഷ് അവാർഡായിട്ട് മാത്രം കിട്ടും. അപ്പൊ ഇതിനും നമ്മുടെ ക്ലബ് ഇൻകമിനും ഒരു ലിങ്ക് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ 10 ലെവൽ റീച്ച് ആവുന്ന സമയത്ത് അവിടെ 10 ക്ലബും അപ്ഗ്രേഡ് ആയിരിക്കും. ക്ലബും പിന്നെ ഈ ക്യാഷ് അവാർഡ് ആൻഡ് റിവാർഡും ഈ ടേംസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 3,25,00,000 രൂപ എന്താവും, വെറും പാസീവായിട്ട് നമ്മൾ വർക്ക് ചെയ്തതിനനുസരിച്ചിട്ട് പാസീവായിട്ടുള്ള ഇൻകം കമ്പനി തരും. ഇത്രയാണ് കമ്പനി നമുക്ക് തരുന്ന അവാർഡ് ആൻഡ് റിവാർഡും ക്ലബ് ഇൻകമും ബൈനറി മാച്ചിങ്ങും ഡയറക്റ്റ് സ്പോൺസറും. നെക്സ്റ്റ് കമ്പനി പറയുന്ന ടേംസ് എന്ന് പറയുന്നത്, ഒരു പാൻ കാർഡ് വെച്ചിട്ട് നമുക്ക് ഒരു ID മാത്രം ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
അഡ്മിൻ ചാർജസ് 15%. വിഡ്രോവൽ ടൈമിംഗ് രാവിലെ 11 മണി തൊട്ട് 5 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോവൽ ചെയ്യാം. രാത്രി 12 മണിക്ക് ഇല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതേപോലെ ക്യാഷ് ബാക്ക് കിട്ടുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. സാറ്റർഡേ സൺഡേ ക്യാഷ് ബാക്കും കിട്ടൂല. പിന്നെ ഡെയിലി ക്യാപ്പിംഗ്, നമ്മുടെ ബൈനറി മാച്ചിങ് ഉണ്ടല്ലോ. ഡയറക്റ്റ് സ്പോൺസർ അൺലിമിറ്റഡ് ആണ്, നിങ്ങൾ ഏത് വരെ വേണാലും ചെയ്യാം. പക്ഷെ ബൈനറി മാച്ചിങ്ങിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി 30% വരെ മാത്രം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഐ ഡി എടുക്കുന്ന 30% മാത്രം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 10,000ന്റെ ഐ ഡി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബൈനറി മാച്ചിങ് ഒരു ദിവസം 3,000 രൂപ മാത്രം കിട്ടുള്ളൂ. 1,00,000ന്റെ ഐ ഡി ആണെങ്കിൽ, നമ്മുടെ ഐ ഡി 1,00,000ന്റെ ഐ ഡി ആണെങ്കിൽ 30,000 രൂപ വരെ നമുക്ക് ബൈനറി മാച്ചിങ്ങിൽ എടുക്കാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ആഫ്റ്റർ റിസീവിങ് 5 ടൈംസ് ഓഫ് പർട്ടിക്കുലർ ക്ലബ്. അതിപ്പോ ക്ലബ് ഇൻകം ഞാൻ പറഞ്ഞില്ലേ, 10 റൗണ്ട് നടക്കും. അപ്പൊ 5 റൗണ്ട് വരെ നമുക്ക് എന്ത് ചെയ്യും, ഇൻകം കിട്ടും. 6ാമത്തെ റൗണ്ടിന്റെ ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലബ് അപ്ഗ്രേഡ് ചെയ്തിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് കമ്പൾസറി 10% റീപർച്ചേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇത് കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. ഇത് കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ആണ്. നമുക്ക് കമ്പനിക്ക് ഡയറക്റ്റ് ഫണ്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ വാലറ്റിൽ തന്നെ ഫണ്ട് റിക്വസ്റ്റ്, ആക്ടിവേഷൻ ഫണ്ട് റിക്വസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കമ്പനിയിൽ അയച്ചു കൊടുത്ത ആക്ടിവേഷൻ ഫണ്ട് കമ്പനി തിരിച്ചു തരും. ഇത്രേ നമ്മുടെ കിങ്സ് ബസാറിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ആണുള്ളത്. ഇനി ഇതിലായിരിക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ?